നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞത് കോമ്പോസിഷന് മുമ്പായിട്ട് നേരത്തെ ഉള്ള ക്ലാസ്സിലാണ്. കോമ്പോസിഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കോമ്പോസിഷനും പിന്നെ അതിനെ ഒരു ഹോംവർക്ക് തന്നിരുന്നു, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ഇൻവേഴ്സ് ഉണ്ടാവണമെന്നാണല്ലോ. അത് നമ്മൾ ഒരു കേസ് പഠിച്ചിരുന്നു. അത് കോമ്പോസിഷൻ വെച്ചല്ല നമ്മൾ പഠിച്ചത് ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തൊക്കെ ആവണം? 1 1 ആവണം, 1 2 ആവണം എന്നല്ലേ. അപ്പോൾ 1 1 1 2 ആണെങ്കിൽ ഒരു ഇൻവേഴ്സ് ഉണ്ടാവുമെന്ന് പഠിച്ചു. നമ്മൾ പറഞ്ഞിപ്പം എയിൽ നിന്ന് എന്നുള്ള ഒരു സെറ്റ്, ബി എന്നുള്ള വേറൊരു സെറ്റ്, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ ബിയിൽ നിന്ന് എങ്ങോട്ടാവണം? എയിലേക്ക് ആവണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാവണം എന്നാണ് പറഞ്ഞത്? 1 1 ആയിരിക്കണം, കൂടാതെ 1 2 ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ എഫ് ഈസ് ഇൻവെർട്ടബിൾ എന്ന് പറയും. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് തന്നെ, ഇൻവെർട്ടബിൾ എന്നുള്ള കാര്യം തന്നെ, പക്ഷെ അത് കോമ്പോസിഷൻ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞനുസരിച്ച് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടാവും. എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും അറിയാം? എക്സിൽ നിന്ന് വൈയിലേക്ക് ഏതെങ്കിലും ആർബിട്രറി രണ്ട് സെറ്റ് എക്സ് ടു വൈ. ദെൻ എഫ് ഈസ് ഇൻവെർട്ടബിൾ ഒരു കേസ് നമ്മൾ പഠിച്ചു, ഇഫ് എഫ് ഈസ് 1 1 ആൻഡ് 1 2. ശരിയല്ലേ? 1 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കുക. ഇവിടെ ഇമേജ് എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. 1 2 എന്ന് പറയുമ്പോൾ ഏതൊരു വൈ ഇവിടെ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ അത് 1 2 ആവും. അപ്പോൾ ഈ 1 1 1 2 കൂടെ ആകുമ്പോൾ എന്തുണ്ടാവും? ഒരു ഇൻവേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇത് കോമ്പോസിഷൻ വെച്ച്. അപ്പോൾ എഫ് ഫ്രം എക്സ് ടു വൈ ബി എ ഫംഗ്ഷൻ, ദെൻ എഫ് ഈസ് ഇൻവെർട്ടബിൾ ഇഫ് കണ്ടീഷൻ ഉണ്ട് there exist a function g, ഒരു g എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അപ്പം y to x ആയിരിക്കണം ഈ പറഞ്ഞ g. ഫ്രം y to x such that g composition f കാണുമ്പോൾ നമുക്ക് ix എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് എക്സ് ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ, അതായത് നമ്മൾ പഠിച്ചേക്കുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പഠിച്ചിട്ടില്ലേ? അത് തന്നെ. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവണം. അതുപോലെ തിരിച്ച് ജി എഫ് കോമ്പോസിഷൻ ജി എന്നുള്ളത് y ആകുകയും വേണം. ഇങ്ങനെ വന്നാൽ നമ്മൾ പറയും എഫ് ഈസ് ഇൻവെർട്ടബിൾ. എഫ് ഇൻവെർട്ടബിൾ ആണെന്ന് പറയും. എഫിന്റെ ഇൻവേഴ്സ് ഈ പറഞ്ഞ എന്തായിരിക്കുകയും ചെയ്യും? ജി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ കേസ് വരുന്നത് ഇഫ് വി ക്യാൻ ഫൈൻഡ് എ ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ് സോ ദാറ്റ് ദീസ് കണ്ടീഷൻസ് ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ix ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു iy. ഇത്രയും കണ്ടീഷനോട് ശരിയാവുകയും വേണം. അങ്ങനെ വന്നാൽ നമ്മൾ പറയും എഫ് ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ജി. എഫിന്റെ ഇൻവേഴ്സ് എന്താണെന്ന് നമ്മൾ പറയും? ജി ആണെന്ന് പറയും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ, then f is invertible if there exists a function g from y to x such that g composition f is equal to ix and f composition g is equal to iy. ഇത്രയും നോട്ട് ചെയ്യുക. കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ എഴുതി ക്വസ്റ്റ്യൻ എഴുതുക. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം r to r given by f of x is equal to 4x plus 3 is
invertible and find its inverse. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A function f from R to R given by f of x is equal to 4x plus 3 is invertible and find its inverse. കഴിയും. നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതുള്ളൂ. മെത്തേഡ് 1. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3 എന്നാണ്. 4x plus 3. അപ്പോൾ 1 നമ്മൾ ചെയ്യുന്ന ആദ്യം പഠിച്ച പോലെ ഇത് ഒരു ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യും. ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത് 1 ആണെന്നും 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. രണ്ട് രീതി പ്രൂവ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഗ്രാഫ് വരച്ചാൽ മതി. ഈ ഗ്രാഫ് വരച്ചത് എന്തായിരിക്കും? ഇപ്പോൾ 4x plus 3, അതായത് y is equal to 4x plus 3 ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇത് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഒരു പോയിന്റ് വന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, 1 ആവത്തുള്ളൂ. അല്ലെങ്കിൽ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് നോട്ട് 1. അപ്പോൾ നോക്കേണ്ടത് ഗ്രാഫ് വരയ്ക്കുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒരു പോയിന്റ് മാത്രമായിട്ട് മുട്ടുന്നുള്ളത് നോക്കുക. ഉള്ളെങ്കിൽ അത് 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് എ 1 ഫംഗ്ഷൻ. ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗ്രാഫ് വരച്ച് പരാബോളയൊക്കെ പഠിച്ച പരാബോളയുടെ ഗ്രാഫ് വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. ഈ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് 1 അല്ല. അപ്പോൾ അതുപോലാണ് ഇവിടെ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക സ്ട്രെയിറ്റ് ലൈനിന്റെ, എന്നിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് പ്രൂവ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ കൊടുത്താൽ നമ്മൾ പഠിച്ചതനുസരിച്ച് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? x1 ഈക്വൽ ടു x2. അങ്ങനെ കിട്ടിയാൽ ഈ ഫംഗ്ഷൻ എന്താവും? 1 ആവും. അപ്പോൾ അതിനായിട്ട് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം 4x1 plus 3 ഈക്വൽ ടു 4x2 plus 3 ആവും. 3 രണ്ട് സൈഡിലും കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്താൽ 4x1 ഈക്വൽ ടു 4x2. ഇവിടെ 4 കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് 1. എഫ് എന്താണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓൺ ടു കാണാൻ വേണ്ടി പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. നമ്മൾ ഈ എഫ് ഓഫ് എക്സിന് വൈ എന്ന് കൊടുത്താൽ y is equal to 4x plus 3. ഈ 3 നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ y minus 3 ആകും. അപ്പോൾ 4x is equal to y minus 3 or x is equal to y minus 3 by 4 എന്ന് വരും. അപ്പോൾ നമുക്ക് x-ന്റെ വാല്യൂ കിട്ടി y minus 3 by 4. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു? നമ്മുടെ ഫംഗ്ഷൻ ഫ്രം R to R ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ടു പറയാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു y എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു x കണ്ടുപിടിക്കാൻ പറ്റണം. മിനിമം ഒരു x എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു y ഞാൻ എടുത്തു. ആ y നമ്മൾ ഈ വിളിച്ചത് എന്ത്? f of x എന്ന് വിളിച്ചത്. ആ y എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? x-നെ ഇൻ ടേംസ് ഓഫ് y എഴുതി. അപ്പോൾ ഇനി ഇവിടെ ഏതൊരു y കൊടുത്താലും ഒരു x ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നല്ലേ? അപ്പോൾ ഇവിടെ നോക്കി y റിയൽ നമ്പറാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് റിയൽ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇതിന്റെ ആൻസർ എപ്പോഴും റിയൽ നമ്പർ തന്നെ ആയിരിക്കില്ലേ? കാരണം എന്താ? ഒരു റിയൽ നമ്പർ മൈനസ് 3 ഡിവൈഡ് ബൈ 4 ഓൾവേസ് എ റിയൽ നമ്പർ. അപ്പോൾ ഇത് നമുക്ക് പറയാം എലമെന്റ് ഓഫ് R. അപ്പോൾ ഏതൊരു y ഇവിടെ എടുത്താലും നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം, x കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് വന്നോളും. Therefore f is on to. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാ. ഇവിടെ വേറെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് f of x equal y കിട്ടുമോ വേണമെന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്താൽ എഫ് ഓഫ് എക്സിന് പകരം ഇതാണ് y minus 3 by 4 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 4x plus 3 അല്ലേ? അവിടെ എക്സിന് സ്ഥാനത്ത് കൊടുക്കുക 4 into y minus 3 by 4 4x plus 3. 4 കട്ട് ചെയ്ത് കളയാം. പിന്നെ y minus 3 plus 3 ആൻസർ y എന്ന് കിട്ടും. അപ്പോൾ കണ്ടോ ഇവിടെ എഫ് ഓഫ് y minus 3 by എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എഫ് ഓഫ് എക്സ് തന്നെ ആയിക്കോട്ടെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് വരുന്ന കൊടുത്തേ y minus 3 by 4. അപ്പോൾ 4 into y minus 3 by 4 plus 3 വരും. 4 കട്ടായി പോയി y എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് y തന്നെ കിട്ടും. എവിടെ വെച്ചാൽ നമുക്ക് പറയാം
എഫ് ഈസ് ഓൺ ടു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കിട്ടിയ എന്താണ്? ഇത് 1 1 ആണെന്ന് കിട്ടി. ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇത് ഓൺ ടു ആണെന്ന് കിട്ടി. Therefore it is invertible. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി? ഇൻവെർട്ടബിൾ ആണെന്ന്. അപ്പോൾ ഇൻവെർട്ടബിൾ ആകുമ്പോൾ അതിന് ഇൻവേഴ്സ് നമുക്ക് വേണേൽ പറയാം. എഫ് ഇൻവേഴ്സ് ഡിനോട്ടിംഗ് സിമ്പിൾ നമുക്ക് അറിയാം എങ്ങനെയാണ്? എഫ് റൈസ് ടു -1 എന്നാണ്. ആ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതിയിരുന്നത് ഇത്. എഫ് ഇൻവേഴ്സ് ഇവിടെ വൈയിലായതുകൊണ്ട് എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു y - 3/4. ഇത് വേണേൽ എക്സിലോട്ട് മാറ്റണമെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു x - 3/4 എന്ന്. ഇതായിരുന്നു ഒരു മെത്തേഡ്. മെത്തേഡ് 1ൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതിന് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇൻവെർട്ടബിൾ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ മെത്തേഡ് 2 ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ നമുക്കുള്ളത് 4x + 3. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സിന് y എന്ന് കൊടുത്താൽ y is equal to 4x + 3 or x is equal to, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. എക്സ് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ y - 3/4 എന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വൈയിലാണ് കിട്ടിയേക്കുന്നത്, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. അപ്പോൾ ഇതിനെ ഞാൻ g ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് വിളിക്കും. ലെറ്റ് g of y ഈക്വൽ ടു y - 3/4 എന്ന് വിളിച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷനായി. ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3, രണ്ടാമത് g ഓഫ് y ഈസ് ഈക്വൽ ടു y - 3/4. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. നമ്മൾ പഠിച്ചത് ജി കോമ്പോസിഷൻ എഫ് ആണ്. നേരത്തെ പഠിച്ചതല്ലേ ജി കോമ്പോസിഷൻ? നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെ പഠിച്ചിരുന്നത് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് കാണാൻ പോവാ. ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു g of f of x. f of x എന്ന് പറയാൻ എന്തായാലും നമുക്കറിയാം 4x + 3 ഈക്വൽ ടു ഇവിടെ നമുക്കറിയാം g of y എന്ന് പറഞ്ഞാൽ y - 3/4 ആ. അപ്പോൾ g of 4x + 3 എന്ന് പറഞ്ഞാൽ y യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 4x + 3. അപ്പോൾ എന്ത് കിട്ടും? 4x + 3 - 3/4 എന്ന് കിട്ടും. 3യും 3യും കട്ടായിപ്പോൾ പിന്നെ 4ഉം 4ഉം പോയിട്ട് എന്ത് കിട്ടും? x കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെയല്ലേ f of x ൽ x ഫോം. അപ്പോൾ അത് ix എന്ന് കിട്ടി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് എന്ത് കിട്ടി? ix. ഇതുപോലെ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്ന് നോക്കാം. തിരിച്ചുള്ളത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ ഇവിടെ ഉണ്ട് ഓൾറെഡി y - 3/4 ആണ്. ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4x + 3. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് കൊടുത്താൽ 4 × y - 3/4 4x + 3, ഒരു +3 കൂടെ വരും ഈക്വൽ ടു നമുക്കിവിടെ 4 കട്ട് ചെയ്യാം. പിന്നെ ഉള്ള എന്താണ്? y - 3 + 3 അത് y ആയിട്ട് മാറും. ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കുകയും ചെയ്യാം? y എന്ന് വിളിക്കാം. Therefore നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ix കിട്ടി. എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ എന്ത് കിട്ടി? y യും കിട്ടി. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇങ്ങനെ വന്നാൽ ആ ഫംഗ്ഷൻ എന്താകും? ഇൻവെർട്ടബിൾ ആകും. Therefore f is invertible. ആ എഫിന്റെ ഇൻവേഴ്സ് ആണ് ഈ കിട്ടിയ ആൻസർ. Therefore നമുക്ക് എഴുതാം ലാസ്റ്റ് പാർട്ട്. Therefore f inverse y equal to y - 3/4 or f inverse x equal to ഇവിടെ y മാറ്റി x ആക്കിയാൽ മതി x - 3/4 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. രണ്ട് സെയിം. ഇവിടെ നോക്കി എഫ് ഇൻവേഴ്സ് എക്സ് ഇവിടെ കിട്ടിയ നമുക്ക് x - 3/4. ഇവിടെ നമുക്ക് കിട്ടിയത് എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു x - 3/4. അപ്പോൾ ഇതിനകത്ത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് കാര്യം നമ്മൾ പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3 തന്നിട്ടുണ്ട്. നമ്മൾ എഫ് ഓഫ് എക്സിന് y എന്ന് കൊടുത്തു. അപ്പോൾ y is equal to 4x + 3 ആയി. അവിടെ നമ്മൾ x in terms of y ൽ കാണുക. അപ്പോൾ x is equal to y - 3/4. അപ്പോൾ ഈ കിട്ടിയ ഫംഗ്ഷനെ നമ്മൾ എന്താ വിളിച്ചു? g of y. ഇനി നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജി കോമ്പോസിഷൻ എഫും വേണം, എഫ് കോമ്പോസിഷൻ ജിയും വേണം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് എക്സ് ദിസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4x + 3 ഈക്വൽ ടു ഇനി നോക്കുക ജി ഓഫ് എക്സ് നമ്മൾ അല്ലെങ്കിൽ ജി ഓഫ് y y - 3/4 അല്ലേ? അപ്പോൾ ജി ഓഫ് വൈക്ക് പകരം കൊടുത്താൽ 4x + 3 - 3/4 കട്ട് ചെയ്തിട്ട് x എന്ന് കിട്ടും. x മീൻസ് ix, ഐഡന്റിറ്റി ഓഫ് എക്സ് ആയിട്ട് മാറി. അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ix കിട്ടി. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y യും കിട്ടും. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഇൻവെർട്ടബിൾ ആണ്.
അതിന് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, കണ്ടുപിടിച്ച ഫംഗ്ഷൻ ആയിരിക്കും y-3/4 ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത് f ഇൻവേഴ്സ് y is equal to y-3/4 or f ഇൻവേഴ്സ് x is equal to x-3/4 എന്ന് കിട്ടും. ഇതായിരുന്നു നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും എഴുതുക, രണ്ട് മെത്തേഡ് എഴുതിക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എഴുതുക, മെത്തേഡ് 1 മെത്തേഡ് 2 എഴുതിക്കും. ചെയ്ത് കഴിഞ്ഞോ? അടുത്തൊരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. കഴിഞ്ഞല്ലോ. അടുത്തൊരു പ്രോപ്പർട്ടി ഇതാണ്. ലെറ്റ് f from x to y be an invertible function let f from x to y be an invertible function. Show that f has a unique inverse. Let f from x to y be an invertible function. Show that f has a unique inverse. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക എല്ലാവരും. ഇത് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. f from x to y be an invertible function. Show that f has a unique inverse. ഇപ്പോൾ നോക്കൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് നോക്കുക. f ഇൻവേർട്ടബിൾ ആണെന്ന് അറിയാം. അപ്പോൾ f ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ പറയാം. f ന് എന്തുണ്ടാവും? ഇൻവേഴ്സ് ഉണ്ടാവും. അത് കൂടാതെ
എഫ് എന്നുള്ളത് ഒരു ബൈജക്ഷൻ ആണ്, ശരിയല്ലേ? ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം, ആണല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും പറയുന്നില്ല, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എടുക്കാം. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം, എഫ് ഇൻവേർട്ടബിൾ ആണ്, എഫിന് യുണീക്ക് ഇൻവേഴ്സ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ 1 and only 1 എന്നാണ്. യുണീക്ക് മീൻസ് 1 and only 1. ഒരൊറ്റ ഇൻവേഴ്സ് മാത്രമുള്ളതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഇങ്ങനെ എടുക്കാൻ പോകുന്ന ഇതാണ്, ഇഫ് പോസിബിൾ എഫ് ഹാസ് 2 ഇൻവേഴ്സസ്. നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക, എഫിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം ഇൻവേഴ്സസ് G1 and G2. ഇപ്പം നമുക്കുള്ള എന്തോ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്, G1 ഉം G2 ഉം. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണീക്ക് ആണെന്ന്. അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? G1 and G2 ആർ സെയിം. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എഫ് ഇൻവേർട്ടബിൾ, എഫിൻ ഇൻവേഴ്സ് G ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് G1 is the inverse of S is the inverse of F, നമുക്കിങ്ങനെ പറയാമല്ലോ, എഫ് കോമ്പോസിഷൻ G ഓഫ് Y. ഇവിടെ G അല്ല കൊടുക്കേണ്ട, പകരം G1 ആണ് ഇൻവേഴ്സ്. അപ്പോൾ G1 ഓഫ് Y is equal to ഐഡന്റിറ്റി ഓഫ് Y ആയിരിക്കണം, IY, ഐഡന്റിറ്റി ഓഫ് Y, ശരിയല്ലേ? Then, since G2 is the inverse of F, ഇതേപോലെ നമുക്ക് പറയാം G2 ഇൻവേഴ്സ് ആയതുകൊണ്ട് എന്ത് പറയും? എഫ് കോമ്പോസിഷൻ G2 ഓഫ് Y ഈക്വൽ ടു എന്താവണം? അവിടെ IY ആവണം, ശരിയല്ലേ? എന്ന് വെച്ചാൽ നോക്കി, എഫ് കോമ്പോസിഷൻ G1 ഓഫ് Y IY ആണ്, എഫ് കോമ്പോസിഷൻ G2 ഓഫ് Y എന്താണ്? IY ആണ്. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് രണ്ട് സെയിം ആയി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെന്നല്ലേ? വിച്ച് ഇംപ്ലൈസ് എഫ് കോമ്പോസിഷൻ G1 ഓഫ് Y ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ G2 ഓഫ് Y ആണല്ലോ. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് കോമ്പോസിഷൻ G ഓഫ് X എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? എഫ് ഓഫ് G ഓഫ് X എന്നല്ലേ പഠിച്ചിരുന്നത് ഡെഫിനിഷൻ. എഫ് കോമ്പോസിഷൻ G ഓഫ് X ഈക്വൽ ടു എഫ് ഓഫ് G ഓഫ് X. ഇവിടെ അതുപോലെ ഇവിടെ എന്ത് വരും? നമുക്ക് എഫ് ഓഫ് G1 ഓഫ് Y ഈക്വൽ ടു എഫ് ഓഫ് G2 ഓഫ് Y എന്ന് വരും. എഫ് ഓഫ് G1 ഓഫ് Y ഈക്വൽ ടു എഫ് ഓഫ് G2 ഓഫ് Y എന്ന് പറഞ്ഞാൽ അർത്ഥം വിച്ച് ഇംപ്ലൈസ് G1 ഓഫ് Y ഈക്വൽ ടു G2 ഓഫ് Y എന്നല്ലേ? കാരണം എന്താ? എഫ് ഓഫ് G1 ഓഫ് Y ഈക്വൽ ടു എഫ് ഓഫ് G2 ഓഫ് Y. അപ്പൊ അവിടെ ഞാൻ എഴുതിയ G1 ഓഫ് Y ഈക്വൽ ടു G2 ഓഫ് Y. എങ്ങനെ എഴുതി? എഫ് കട്ട് ചെയ്ത് കളഞ്ഞാണോ? അങ്ങനെയൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ റീസൺ എന്തായിരിക്കും? നോക്ക്, നമ്മൾ എന്തോ ഇവിടെ പോയത്? എഫ് ആ പോയത്. അപ്പൊ എഫ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കണമല്ലോ ഈ പ്രോപ്പർട്ടി വരേണ്ടത്. എന്ന് പറഞ്ഞാൽ എഫിന്റെ പ്രോപ്പർട്ടി എന്തോ? എഫ് ഈസ് എന്താണ്? ഇൻവെർട്ടബിൾ. എഫ് ഇൻവെർട്ടബിൾ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എന്തോ ആയിരിക്കണം? 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും, ശരിയല്ലേ? 1 1 ന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അത് തന്നെ ഇവിടെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ബിക്കോസ് എഫ് ഈസ് ഇൻവെർട്ടബിൾ. ഇപ്പൊ ഇവിടെ അത് തന്നെയാണ്, എഫ് ഇൻവെർട്ടബിൾ ആണ്, അതുകൊണ്ട് എഫ് ഓഫ് one element equal to f of another element, which implies these two elements are same, which implies G1 of Y equal to G2 of Y. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? G1 and G2 are same എന്നല്ല കിട്ടി അല്ലേ? എന്ന് പറയാൻ എന്ത് കിട്ടി? ഇൻവേഴ്സ് ഈസ് യുണീക്ക്. അപ്പോൾ ഇതിനെന്തുണ്ട്? യുണീക്ക് ഇൻവേഴ്സ് ആണ്. 2 ഇൻവേഴ്സ് വരത്തില്ല. അങ്ങനെ വന്നാൽ അത് രണ്ടും എന്തായിട്ട് മാറും? രണ്ടും സെയിം ആയിട്ട് മാറും. അതായിരുന്നു നമ്മുടെ ഈ തിയറത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ പ്രൂഫ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എഴുതിക്കും.
കൺക്ലൂഡ് ചെയ്യണം ലാസ്റ്റ്. therefore f has unique inverse. കഴിഞ്ഞല്ലോ. ഇതായിരുന്നു നമ്മുടെ ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻവേർട്ടബിൾ എന്നുള്ള ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് ആ സെക്ഷൻ കഴിയുന്നു. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരാം, ലാസ്റ്റ് തരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആ ബൈനറി ഓപ്പറേഷൻസ് എന്നുള്ള ആ സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് നിങ്ങളിത് ഇതെല്ലാം വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക. സംശയങ്ങളൊക്കെ ഒന്ന് ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.